ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് മലബാറുകാരുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള കുഞ്ഞി പത്തലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അതിലേക്ക് ആവശ്യമായ പിടി തയ്യാറാക്കാം. 2 കപ്പ് അരിപ്പൊടി, പത്തിരി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ, 10 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടിയിൽ ഈ അരപ്പ് നന്നായിട്ട് പിടിക്കണം, അതിനാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവി ഇതിൽ നിന്ന് ചെറിയ ബോൾസ് രൂപത്തിലെടുത്ത് അത് കയ്യിൽ വെച്ച് ഉരുട്ടി വിരൽ കൊണ്ട് നടുവിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പിടിയെല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് മാറ്റാം. ഇതിനെ അടച്ചു വെച്ച് 15-20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ, 6-7 ചെറിയ ഉള്ളി, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു പാൻ വെച്ച് അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ചതച്ചതും 4 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം 2 വലിയ തക്കാളി മുറിച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണിത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. നമ്മുടെ കുഞ്ഞി പത്തൽ റെഡി ആയിട്ടുണ്ട്.